BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി നിരവധി ആക്ഷേപങ്ങളാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി സർക്കാരിന്റെ വിസ്മയമാണെന്നാണ് MLA PA മുഹമ്മദ് റിയാസ് വിമർശിക്കുന്നത്. കർണാടകയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ അവസരമുണ്ടായിട്ടും സർക്കാർ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നും റിയാസ് ആരോപിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ട വൈദ്യുതി മന്ത്രി കോൺഗ്രസിലെ തമ്മിലടി തീർക്കുന്ന തിരക്കിലാണെന്നും മുഹമ്മദ് റിയാസ് വിമർശിച്ചു. കേവലം 1.5 രൂപയിൽ താഴെ നിരക്കിൽ കർണാടകയിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. KPCC പ്രസിഡന്റിന്റെ ജോലിയാണ് വൈദ്യുതി മന്ത്രി നിലവിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളും KSU സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് മന്ത്രി സമയം മുഴുവൻ ചിലവഴിക്കുന്നത്. ഈ പണി അവസാനിപ്പിച്ച് സംസ്ഥാനത്തെ പവർ കട്ടിൽ നിന്ന് രക്ഷിക്കാൻ മന്ത്രി അടിയന്തരമായി ഇടപെടണം. കൂടാതെ UDF സർക്കാരിനെയും മുസ്ലിം ലീഗിനെയും രൂക്ഷമായ ഭാഷയിലായിരുന്നു മുഹമ്മദ് റിയാസ് വിമർശിച്ചത്. കേരളത്തിൽ BJP ഭരിച്ചാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള നടപടികളാണ് കഴിഞ്ഞ 2 മാസങ്ങളിലായി സർക്കാർ സ്വീകരിക്കുന്നത്. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് പൂർണ്ണമായും പുറത്തുവന്നു. മുൻപ് LDF സർക്കാരിന്റെ കാലത്ത് നിയമസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ പിന്തുണച്ച ലീഗ് ഇപ്പോൾ തികച്ചും വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും റിയാസ് തുറന്നടിച്ചു. അതേസമയം വന്ദേമാതരം ആലപന വിഷയത്തിലും MG സർവകലാശാല സെനറ്റ് നിയമനത്തിലും PM ശ്രീ പദ്ധതിയിലുമെല്ലാം ലീഗ് പുലർത്തുന്ന മൗനം അവരുടെ ഇരട്ടത്താപ്പിന് തെളിവാണ്. രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ലീഗ് നേതാവ് കൂടിയായ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത് ഒരു പ്രതിഷേധവും അറിയിക്കാതിരുന്നത് അധികാരം മാത്രമാണ് വലുത് എന്ന് തെളിയിക്കുന്നതാണെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം വീണ്ടും വന്ന പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അവസാനിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ മിസ്മാനേജ്മെന്റിന് പരിഹാരം കാണാൻ UDF സർക്കാർ മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. മിസ്മാനേജ്മെന്റാണ് വൈദ്യുതി മേഖലയെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതെന്ന് നമുക്കറിയാം. ചെറിയ വിലക്ക് കർണാടകയിൽ നിന്ന് 9 രൂപ 2 പൈസക്ക് വൈദ്യുതി കിട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് സാധ്യത ഉണ്ടായിട്ട് പോലും അതിന് തയ്യാറാകാൻ വൈദ്യുതി മന്ത്രിയോ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറായിട്ടില്ല. വൈദ്യുതി മന്ത്രി KPCC പ്രസിഡന്റിന്റെ ജോലിയാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് സമയം മുഴുവൻ ചെലവഴിക്കുന്നത്. കോൺഗ്രസിലെ തമ്മിലടി തീർക്കാൻ KSU സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനൊക്കെയാണ് ഒരു ദിവസത്തെ പരമാവധി സമയം വൈദ്യുതി വകുപ്പ് മന്ത്രി ഉപയോഗപ്പെടുത്തുന്നത്. അത് KPCC പ്രസിഡന്റിന്റെ പണി ഒഴിവാക്കി കേരളത്തെ പവർ കട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വൈദ്യുതി മന്ത്രി അടിയന്തരമായി ഇടപെടണം എന്ന ന്യായമായ ആവശ്യം ജനങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം പൊതുവെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ 2 മാസം കൊണ്ട് BJP ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ ചെയ്യാവുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏറ്റവും അവസാനം വഖഫ് വിഷയത്തിൽ നമ്മളത് കണ്ടു. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് വഖഫ് വിഷയത്തിൽ UDF ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ നിയമസഭയിൽ ഞങ്ങൾ ഭരിക്കുന്ന ഘട്ടത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് പിന്തുണ നൽകി നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗും UDFും ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ ഈ വന്ദേമാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവൻ ഈരടികളും ആലപിച്ചപ്പോഴും മുസ്ലിം ലീഗ് മൗനം പാലിച്ചു. MG സർവകലാശാലയിൽ സംഘപരിവാർ നൽകിയ ലിസ്റ്റ് വെച്ച് സെനറ്റിൽ ആളുകളെ കുത്തിക്കയറ്റിയപ്പോൾ മുസ്ലിം ലീഗ് മൗനം പാലിച്ചു. PM ശ്രീ വിഷയത്തിലും മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമായി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഇന്നലെ രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ സമരം രൂക്ഷമായ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി മിനിഞ്ഞാന്ന് പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഇനി പങ്കെടുത്തത് പോട്ടെ, നേരത്തെ വിളിച്ച യോഗമാണെന്ന് പറയാം, അതിലൊരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താൻ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകാതിരുന്നതും പൊതുവെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ അധികാരമാണ് വലുത് എന്ന് തെളിയിക്കുന്ന നിലപാടുകളാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലീഗിന്റെ നേതാക്കളൊക്കെ ഇന്ന് വ്യക്തമാക്കിയത്
അല്ല, അതിൽ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. വഖഫിനകത്ത് എടുത്തിട്ടുള്ള ഇടതുപക്ഷത്തെ നിലപാട് വ്യക്തമാണ്. ഇടതുപക്ഷം അതിൽ വ്യത്യസ്ത അഭിപ്രായം സ്വീകരിച്ചു മുന്നോട്ട് പോയി. അതല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ 2 വേക്കൻസി ഫില്ല് ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ ഇരട്ടത്താപ്പ് സ്വീകരിച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസ് UDF ആണ്. BJP ആണ് കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ എടുക്കുന്ന ഒരു നിലപാടാണ് ഒരു BJP ഇതര സർക്കാർ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് കാര്യങ്ങൾ വ്യക്തമാണ്. മുസ്ലിം ലീഗ് അധികാരത്തിന് വേണ്ടിയുള്ള ഇരട്ടത്താപ്പ് നിലപാട് ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. PM ശ്രീ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ വലിച്ചെറിയെന്ന് പറഞ്ഞ നേതാവ് മന്ത്രിയല്ലേ? അറബിക്കടലിൽ ഇങ്ങനെ ഇടക്കിടക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ ക്ഷീണിച്ചിരിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.